അടിപൊളി. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മളൊക്കെ കഴിച്ച് നമ്മളെ ചായക്കടകളിൽ നിന്നൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള അതേ രുചി, അതേ സോഫ്റ്റ്. നമസ്കാരം, ഗുഡ് വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങൾ പോലെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പലഹാരമാണ്. മറ്റൊന്നുമല്ല, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ വെട്ടുകേക്ക്. വെട്ടുകേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 200 ഗ്രാം മൈദ ആദ്യം എടുക്കാം. നമ്മളൊരു 4 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 2 ടീസ്പൂൺ ഏലക്ക ചേർത്ത് കൊടുക്കാം. നമ്മളിത് ഷുഗർ ചേർത്താണ് പൊടിച്ചിരിക്കുന്നത്, അത് കാരണം 2 ടീസ്പൂൺ നമ്മൾ ചേർത്തിട്ടുണ്ട്. നമ്മുടെ വെട്ടുകേക്കിന് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒപ്പം ഇതിലേക്ക് നമുക്ക് ഒരു അല്പം സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ബാറ്റർ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ട പിടിക്കാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. നമുക്കൊരു 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ എഗ്ഗ് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും മുട്ടയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് വീടുകളിൽ ചെയ്യാനാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് പഞ്ചസാര പൊടിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് അതോടൊപ്പം തന്നെ മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ പഞ്ചസാരയും മുട്ടയും നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചേരുവയിലേക്ക് പഞ്ചസാരയും മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 2 മുട്ട നമ്മൾ ബീറ്റ് ചെയ്തപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട അനുപാതത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് നന്നായിട്ട് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ഡോ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് മിക്സ് ചെയ്ത്. ഇനി നമുക്കിത് ഓയിൽ പുരട്ടി ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിന് ഇടയ്ക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കിത് 2ആയിട്ട് കട്ട് ചെയ്ത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിത് റോൾ ചെയ്താണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ഒരു പ്ലേറ്റിൽ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ചേർത്ത് അതിൽ ഫ്ലാറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ പക്ഷേ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ മുകൾ വശം 4ആയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടാം. അധികം കട്ട് ചെയ്ത് വിടരുത്. ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒന്ന് വിടർന്ന് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തത്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. സൈഡിൽ നിന്ന് വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നടുഭാഗം കട്ട് ചെയ്യാം. ഞാനിങ്ങനെ ത്രികോണാകൃതിയിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വെട്ടുകേക്ക് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അധികം ചൂടിൻ്റെ ആവശ്യമില്ല. അധികം ചൂടായി കഴിഞ്ഞാൽ ഇത് പുറം കരിഞ്ഞു പോവും, ഉള്ളു വേവത്തില്ല. അതുകൊണ്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമ്മൾ വെട്ടുകേക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം വളരെ ഡാർക്കായിട്ട് ഇരിക്കും. നമ്മുടെ വെട്ടുകേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ വെട്ടുകേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കട്ടിങ് എല്ലാം വന്നിട്ടുണ്ട്. അടിപൊളി. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മളൊക്കെ കഴിച്ച് നമ്മളെ ചായക്കടകളിൽ നിന്നൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള അതേ രുചി, അതേ സോഫ്റ്റ്. വളരെ എളുപ്പത്തിൽ സിമ്പിളായി രുചികരമായി വീട്ടിൽ പാകം ചെയ്യാവുന്ന റെസിപ്പിയാണ് നമ്മളിന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് വീടുകളിൽ ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു നാടൻ വിഭവവുമായി വീണ്ടും കാണാം.